ഹേ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഗൈസ്. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് താറാണ് ഗൈസ്. താർ 3 ഡോർ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിന്റെ താർ റോക്സ് വേരിയന്റ് ഒക്കെ ഇറങ്ങി, എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് നമുക്ക് താറിന്റെ അകത്ത് ചില ലീഗലായിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ചാനൽ നമ്മൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അത് നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പം ലെറ്റ്സ് റോൾ ഓൺ ടു ദ വീഡിയോ ഗൈസ്. ഈ താറ് നമ്മളുടെ ഫാമിലിയിലുള്ള ഒരു മെമ്പറിന്റെ തന്നെ താറാണ് കേട്ടോ. അപ്പം നമ്മളൊരു അങ്കിളിന്റെ താറാണ്. മാമ താങ്ക് യു കാറ് തന്നതിന്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ്ലി നോക്കുവാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. സ്റ്റോക്ക് ഹെഡ് ലാമ്പിൽ നിന്ന് നമ്മൾ LED ആയിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇത് ഈ ചുറ്റിനും കാണുന്നത് LED DRലാണ് കേട്ടോ. ഇതും LED DRലാണ്. ഈ LED DRൽ തന്നെ നമുക്ക് സാധാ നമ്മളുടെ ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു LED DRലാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കറണ്ട്ലി ചെയ്ത് വെച്ചേക്കുന്നത്. രണ്ടാമതായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഗ്രില്ലിൽ നമ്മൾ ലൈറ്റ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു 4 ലൈറ്റ് നമ്മൾ ഗ്രില്ലിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുൾ ഹോണിൻ്റെ തന്നെ നമ്മൾ ബമ്പർ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബമ്പറാണ്. നമുക്ക് വേണമെങ്കിൽ ചവിട്ടി നിന്നൊക്കെ മേളിൽ കയറാത്തതാണ്. പിന്നെ കഴിച്ച് നമ്മൾ മേലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്നോർക്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എയർ ഇൻടേക്കിന് വേണ്ടിയിട്ട്. പിന്നെ ഗൈസ് മേലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹമ്മർ ലൈറ്റ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മേലിൽ ഒരു ടോപ്പും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ടോപ്പ് കാരിയറും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ടോപ്പാണ് നമ്മൾ ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മടത്തിൽ എന്ന് പറഞ്ഞാൽ കാണാൻ കേട്ടോ. ഇത് നമ്മളെ കുടുംബ പേരാണ്. പിന്നെ ഗൈസ് നമ്മൾ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ നമുക്ക് അലോയ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ആയിട്ടുള്ള അലോയ് ആണ് കേട്ടോ. നമ്മൾ വേറെ ഒന്നും നമ്മൾ അലോയിലൊന്നും നമ്മൾ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു പെഡൽ സ്റ്റാൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. നന്നായിട്ട് ചവിട്ടി നിന്ന് നമുക്ക് മേളിലൊക്കെ കഴുകാം, തുടയ്ക്കാം, മേളിൽ കയറി ദിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ സൈഡിലോട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഓഫ് റോഡ് മൗണ്ടൻ എന്നൊക്കെ പറഞ്ഞ് ഒട്ടിച്ചിട്ടുണ്ട്. 4x4 ആണ് വണ്ടി. അതൊരു കാര്യം പറയാൻ വിട്ടു കേട്ടാ. നമ്മൾ വണ്ടി എന്ന് പറയുന്നത് പെട്രോൾ വേരിയന്റ് ആണ്, 4x4 ആണ്. ഇതിന്റെ എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ലിറ്റർ ആണ് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത്യാവശ്യം റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ് കേട്ടോ. അത് ഞാൻ മാമന്ന് ചോദിച്ചതാണ് ഏതാണ് വണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് മാറ്റിയതുപോലെ തന്നെ നമ്മൾ ബാക്ക് ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തണ്ട, മറ്റേത് കണ്ടില്ലേ? ഈ ഫിനിഷിലാണ് ബാക്ക് വരുന്നത്. ഇനി നമുക്ക് അകത്ത് കാര്യങ്ങൾ നോക്കാം കേട്ടോ. അകത്ത് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, സ്റ്റോക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ താറ് നമുക്ക് കാണണം എന്നുള്ള ആഗ്രഹമുള്ള കുറെ പേര് കാണുമല്ലോ അകമൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അകം കാണിക്കുന്നത്. തുറക്കുന്നത് ഞാൻ കാണിച്ചില്ല കേട്ടോ. ആദ്യം നമുക്ക് ഇത് തുറക്കണം, എന്നിട്ട് രണ്ടാമത് ഗ്ലാസ് തുറക്കണം. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടാ നമ്മളെ താറിന്റെ ഡിക്കി സ്പേസ് എന്ന് പറയുന്നത്. എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മറ്റേ ഫിഗേഴ്സിൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഇങ്ങനെ സീറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് കുറവാണ്. സീറ്റ് നമുക്ക് ഈ സാധനം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത്രയും സ്പേസ് നമുക്ക് കിട്ടും. പിന്നെ ഇതൊരു തടസ്സമാണ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് മൊത്തത്തോടെ എടുത്ത് മാറ്റാം കേട്ടാ. ഓക്കെ, നമുക്ക് വണ്ടിക്കകത്ത് കയറുമ്പോൾ തന്നെ ആ ഒരു രാജകീയ ഫീലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ടോപ്പിലിരിക്കുന്ന ഒരു ഫീലാണ്. അത് എന്തായാലും ഞാൻ ഓട്ടിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഗൈസ് ബൈ ദ വൈ ഇതാണ് കേട്ടോ നമ്മളെ താക്കോല് വരുന്നത്, കീ വരുന്നത്. പഴയ ആ മഹേന്ദ്രയുടെ ലോഗോ തന്നെയാണ് ഇപ്പോഴും ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. പുതിയ കീയിലാണ് നമുക്ക്, കീ ഫോബിലാണ് നമുക്ക് മറ്റേ ബട്ടർഫ്ലൈ ലോഗോ വരുന്നത്. ബട്ടർഫ്ലൈ എന്ന് തോന്നുന്നല്ല കേട്ടോ, വേറെ തോന്നുന്നു എൻ്റെ പറയുന്നത്. ഇത് ഫ്ലിപ്പ് കീ ആണ് കേട്ടോ. ഡിജിറ്റൽ ഒന്ന് കാണിച്ചു തരാം. അവിടെ മഹേന്ദ്ര റൈസ് എന്ന് പറഞ്ഞു വരും, ഇവിടെ താറെന്ന് പറഞ്ഞു വരും കേട്ടോ. സീറ്റ് ബെൽറ്റ് റിമൈൻഡർ. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. RPM മീറ്റർ സ്പീഡോമീറ്ററും വരുന്നത് നമുക്ക് അൺലോഗിലാണ് വരുന്നത്. നടുക്ക് ഒരു MIDയും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഡോർ ഓപ്പൺ ആണ് എന്നുള്ള കാര്യം, സർവീസ് ഡ്യൂ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ TPMS കാണിക്കുന്നുണ്ട്. അത് ടയർ പ്രഷർ നമുക്ക് കാണിക്കുന്നുണ്ട്. ടയർ പ്രഷർ ലോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വാണിംഗ് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മൈലേജ് ആണ് കാണിക്കുന്നത്. ഇപ്പൊ മൈലേജ് ഇതാ കാണിക്കുന്നത് 9.6 ആണ് കേട്ടോ. ഒരു 10-11 എന്നൊക്കെ പ്രതീക്ഷ മതി. പിന്നെ ഗൈസ് നടുക്കോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻഫർടൈൻമെന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ, ഇത് പവർ ഓഫും പവർ ഓണും ഹോം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് സ്റ്റിയറിംഗ് ചെയ്ത് നമുക്ക് അതിന്റെ ഇത് നമുക്ക് സ്വിച്ച് കൺട്രോൾ ചെയ്യാം കേട്ടോ. ഈ സൈഡിലെ സ്വിച്ച് നമുക്ക് ഇൻഫർടൈൻമെന്റിന്റെയും ഈ സൈഡിലെ സ്വിച്ച് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ആണ് കേട്ടോ നമുക്ക് വരുന്നത്.
പിന്നെ നടുക്കോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ സിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ സിയുടെ ഫാനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്വിച്ചാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ മറ്റേ നമുക്ക് എയ്റോപ്ലെയിനിലെ സ്വിച്ചസ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അമ്മാതിരി നല്ലൊരു ഫിനിഷിലാണ് മഹേന്ദ്ര ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പക്ഷെ അത് ചില സമയത്തൊക്കെ അനോയിങ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ ചില സമയത്ത് നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു ഇറക്കം ഇറങ്ങുവാണ് എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ന്യൂട്രൽ ഇട്ട് ഇറങ്ങുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാ വണ്ടികളൊക്കെ നല്ല സ്പീഡിൽ പോകത്തില്ലേ, ആ ഇറക്കുവാണ് എന്നുണ്ടെങ്കിൽ. പക്ഷെ ഇത് നമുക്ക് ആ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യും കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ആക്കി ഇറങ്ങുന്ന ആ ഒരു സ്പീഡിൽ നമുക്ക് ന്യൂട്രലിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. അതാണ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ കൊണ്ട് വണ്ടി എവിടെയെങ്കിലും കൊണ്ട് കയറ്റത്തോണ്ട് ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അത് സ്റ്റീപ്പായിട്ടുള്ള കയറ്റത്തോണ്ട് ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് 2 സെക്കൻഡ് കാല് അറിയാതെ എടുത്തു പോയാലും നമ്മൾ വണ്ടി ബാക്കിലോട്ട് പോകത്തില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു ഫീച്ചറാണ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ താഴെ മറ്റേ വയർലെസ് ചാർജിങ്ങും കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മളെ ഗിയർ നോബാണ് കേട്ടോ. ഇത് നമ്മളെ സാധാ ഗിയർ നോബാണ്. 6 സ്പീഡ് ഗിയർ ആയിരിക്കുന്നത് മഹേന്ദ്ര. പിന്നെ ഇവിടെ 4x4ന്റെ ഗിയർ നോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4x4 അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. 4 വീലിലും ഒരേ സമയത്ത് പവർ പോവും. ആ ഒരു കാര്യമാണ് 4x4. ഇത് അറിയാത്തവർക്ക് പറഞ്ഞാണ് കേട്ടോ. ഒന്ന് കമന്റ് ചെയ്യില്ല, ഇതൊക്കെ നമുക്ക് അറിയാതെ എന്നുള്ള രീതിയിൽ ഒന്ന് കമന്റ് ചെയ്യില്ല. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ. പിന്നെ എ സി വെൻ്റൊക്കെ നമ്മൾ മറ്റേ ജി വാഗൺ ടൈപ്പ് എ സി വെൻ്റൊക്കെയാണ് കൊടുത്തേക്കുന്നത്. കൊള്ളാം കേട്ടോ, കാണാൻ നല്ല രസമാണ്. പിന്നെ എ സിയുടെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല പവറേഷ് ആയിട്ടുള്ളൊരു എ സിയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സ് ഉണ്ട്. ഗ്ലോ ബോക്സ് ഭയങ്കര വലുതൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് കോ ഡ്രൈവർ സീറ്റ് ഇരിക്കുന്ന ആൾക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തേക്കുന്നത് എന്തുകൊണ്ട് നന്നായി, കാരണം അത്യാവശ്യം നല്ല ബോഡി റോളുള്ളൊരു വണ്ടിയാണ്. അപ്പം ഹാൻഡിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആളുടെ തലയൊക്കെ പോയത് ആ പില്ലറിലൊക്കെ പോയിരിക്കും. അപ്പം അത് കൊടുത്തേക്കുന്ന ഒരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. പിന്നെ നമുക്ക് മേലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ് കേട്ടോ. പക്ഷെ ബ്ലാക്ക് ഫിനിഷ് ആണ് എന്ന് ഉള്ളത് കാരണം ഭയങ്കര ചൂടൊന്നും നമുക്ക് ഇറങ്ങൂല, കാരണം എ സി അത്യാവശ്യം നല്ല പവർഫുൾ ആയതുകൊണ്ട്. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തേക്കുന്നത്. അപ്പുറത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മേളത്തെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള റൂഫാണ് കേട്ടോ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേലേക്ക് നമുക്ക് കയറി ചവിട്ടി നിൽക്കാം, അങ്ങനത്തെ ഒരു റൂഫാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിലത്തെ വിശേഷം എന്ന് പറഞ്ഞത്. ഫ്രണ്ടിലത്തെ ഒരു കാര്യമാണ് ഞാൻ കാണിക്കാൻ പറഞ്ഞത്. നമുക്ക് സാധാ വണ്ടികൾക്ക് ഡോർ സൈഡിലായിരിക്കും കേട്ടോ മറ്റേ വിൻഡോയുടെ കൺട്രോൾസ് വരുന്നത്. പക്ഷെ ഇത് ഇവിടെയാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. നമുക്ക് ഓൾട്ടോ 800 കാണാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് കേട്ടോ. വേറെ നമുക്ക് കൊടുത്തിട്ടില്ല. ഇനി ബാക്കിലോട്ട് ഞാൻ ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. ഇതിനകത്ത് ബാക്കിലോട്ട് കയറാൻ വേണ്ടി നമുക്ക് ഡോറില്ല കേട്ടോ. അതിനാണ് താർ റോക്സ് പുതിയതായിട്ട് മഹേന്ദ്ര ഇറക്കിയിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ബാക്കിൽ കയറാൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ പിടിക്കുക, ഇത് വലിക്കുക, ഫ്രണ്ടിലോട്ടാക്കുക. ഇത്ര സ്പേസേ ഉള്ളൂ കേട്ടോ, കാണിച്ചിരുത്തണ്ട, ഇത്ര സ്പേസേ ഉള്ളൂ. അപ്പം എന്നെ പോലത്തെ മറ്റേ ഭയങ്കര ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കേണ്ടത്. അത്യാവശ്യം തൈ സപ്പോർട്ട് കുറവാണ്, പക്ഷെ കാലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ തൈ സപ്പോർട്ട് കിട്ടും. പക്ഷെ ഫ്രണ്ടിൽ സീറ്റ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തൈ സപ്പോർട്ട് അത്രയും കിട്ടത്തില്ല. ഹെഡ് റൂം ആണ് എനിക്ക് അത്യാവശ്യം ഉണ്ട്, പക്ഷെ ഒരു 6 അടിയൊക്കെ ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് സീനായിരിക്കും. പിന്നെ ഇതിന്റെ ബാക്ക് ഒട്ടും ഫാമിലിക്ക് റെക്കമെൻഡബിൾ അല്ല കേട്ടാ, കാരണം ഭയങ്കര കൺജസ്റ്റഡ് ആണ്. കുറെ ദൂരം നമുക്ക് ഇതിനകത്ത് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റില്ല. പിന്നെ മഹേന്ദ്രയുടെ തന്നെ നമുക്ക് ആക്സസറി ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. കാണിച്ചു കൊടുത്തണ്ട, ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. അത് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാവുന്നതാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ ബാക്കിലത്തെ കാര്യങ്ങൾ. പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാൻ തോന്നിയ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവർ സീറ്റ് ഇരുന്ന് തന്നെ ചേച്ചി 300-400 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് വെളിയിൽ വന്ന് താക്കോലും കൊണ്ടത് ഈ സാധനം തുറന്നാലേ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ താർ റോക്സിൻ്റെ അകത്ത് ആ ഒരു പ്രോബ്ലം അവർ സോൾവ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് സീറ്റിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ലിവർ വരും. അപ്പം ഇതിൽ എനിക്കത് ഇതൊരു കാര്യം നെഗറ്റീവായിട്ട് തോന്നി. അപ്പോൾ ഗൈസ് നമുക്ക് ചെറിയൊരു റൈഡ് പോയിട്ട് വരാം. സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം ഒന്നും കേട്ടോണേ. എ സി ഒന്ന് ഓഫ് ചെയ്യടാ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. സത്യം പറഞ്ഞാൽ ഇത് ഓട്ടിക്കുമ്പോൾ നമുക്കൊരു ലോറി ഓട്ടിക്കൂലേ, ആ ഒരു ഫീലാണ് റോഡിൽ കൂടെ ഓട്ടിക്കുമ്പോൾ നമുക്ക് തോന്നണം. ഒരു ഫ്ലോ ചെയ്ത് പോകുന്നുള്ള രീതിയിലാണ് ഈ പോകുന്നത് കേട്ടോ.
നമ്മൾ അപ്പുറത്തുനിന്നൊരു ലോറി വന്നാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ കുറച്ച് സ്പീഡ് വരികയാണ്, പെട്ടെന്ന് ലോറി അപ്പുറത്തുനിന്ന് ഓവർടേക്ക് ചെയ്ത് തരണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലോറിക്കാരൻ കണ്ടു കഴിഞ്ഞാൽ പേടിക്കും. കാരണം അവന്മാർ അത്ര ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കണത്. അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഇത് ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. ഒരിക്കലും ഒരു ഫാമിലിക്ക് റെക്കമെൻഡബിളേ അല്ല ഈ ഒരു കാർ. ഇപ്പം ഈ താർ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ പ്രൈമറി ആയിട്ട് വേറൊരു വണ്ടി നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വണ്ടി ഒരു ഫ്ലോപ്പ് ആയിരിക്കും. കാരണം ആ കുടുംബം വെറുക്കും വണ്ടീനെ. കാരണം ആ വണ്ടി എടുക്കുന്ന ആൾ ഭയങ്കര ഓട്ടോ എന്തൂസിയാസ്റ്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ കാരണം അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഞെളിച്ചിരുന്ന് ഓട്ടിക്കുകയാണ്. പക്ഷെ ഇപ്പുറത്തിരിക്കുന്ന ഇപ്പൊ ഇവന് തന്നെ സഞ്ജുവിന് തന്നെ ഇപ്പുറത്തിരിക്കുമ്പം അല്ലേ, നിനക്ക് ഇന്നലെ തന്നെ നിനക്ക് കുലുക്കം കാരണം നിനക്ക് തലവേദന ഇരിക്കുകയാണെങ്കിൽ വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ തീർന്ന് ഫുള്ള് കുലുക്കമാണ്. ഇതിനെക്കാട്ടി അപ്പുറമാണ് ബാക്ക് സീറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു തലവേദന മതി, തലവേദന വെച്ച് ഇതിൽ കയറിയാലും വണ്ടി വരാം. അതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്കീം ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇപ്പൊ ഈ ക്ലോസ്ട്രോഫോബിക്കൊക്കെ ഭയങ്കര സീനായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ ബാക്ക് സൈഡിൽ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം പിന്നെ പറയണ്ട കേട്ടോ. വണ്ടി ഓട്ടിക്കുവാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ പെർസ്പെക്റ്റീവ് വെച്ച് പറയുന്നുണ്ട്, അതായത് ഡ്രൈവേഴ്സ് പെർസ്പെക്റ്റീവ് വെച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമ്മൾ ആ കുലുക്കമൊന്നും അറിയില്ല. കാരണം നമുക്കൊരു കുഴി ഫ്രണ്ടിൽ കാണാമല്ലോ, അല്ലെങ്കിൽ റോഡ് താറുമാറായി കിടക്കാൻ നമുക്ക് കാണാമല്ലോ. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മൾ പ്രിക്കോഷൻ എടുത്തിട്ടായിരിക്കും നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഭയങ്കര ആ ഒരു ഫീല് നമുക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിക്ക് നമുക്ക് തോന്നില്ല. പിന്നെ പവറിൻ്റെ കാര്യം പറയാനായിട്ടാണ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 ലിറ്റർ എഞ്ചിനാണ്. നമുക്ക് പെട്രോളിൽ 2 ലിറ്റർ എഞ്ചിനും ഡീസലിൽ 1.5 ലിറ്ററും ആയിരിക്കും. പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്താണ്. ഡീസലാണ് എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടും. സീനൊന്നുമില്ല. പിന്നെ ആകെ ഒരു നെഗറ്റീവ് പറയാനായിട്ട് നമുക്ക് പറയാനുള്ളത് മൈലേജാണ്. നമുക്ക് 10 കിട്ടിയാ കിട്ടി എന്നുള്ള രീതിക്കാണ്. ഹൈവേയിലൊക്കെ പോകുമ്പോൾ 10-12 മാക്സിമം. സിറ്റിയിലാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര ശോകമാണ്. അത് പിന്നെ നമ്മൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കുന്നു എന്നുള്ള ആ മൈൻഡ് സെറ്റ് മൈലേജ് പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യില്ലല്ലോ. ഇപ്പം ഇവിടെ ചെറിയൊരു കുഴിയുണ്ട്. ചെറിയൊരു കുഴിയല്ല, അത്യാവശ്യം വലിയ കുഴിയാണ്. കുലുങ്ങുന്നുണ്ട. ആഹാ, പാമ്പാടി രാജൻ. പക്ഷേ വെളിയിൽ നിന്നുള്ള മാമന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. റോഡ് പ്രസൻസ് ഭയങ്കരമായിട്ടുണ്ട്. 4 ആള് നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താർ ജസ്റ്റ് ബമ്പർ മാറ്റി, ഹെഡ്ലൈറ്റ് മാറ്റി, ആ ഗ്രില്ലും മാറ്റിയാൽ വേറെ ഒന്നും ചെയ്യാൻ വേണ്ട നമുക്ക്. പക്ഷേ ഈ വണ്ടി നമുക്ക് കാണാൻ ഭയങ്കര ലുക്കാണ് കേട്ടോ. മറ്റേ സ്റ്റോക്ക് താറിനെ കാട്ടി കുറച്ചും കൂടെ ഭയങ്കര റോഡ് പ്രസൻസ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പവറാണ്. 2 ലിറ്റർ എഞ്ചിനാണ്. സുഖമായിട്ട് കയറി പോകുന്നതാ. കാല് കൊടുത്ത കയറി പോകുന്ന ആ ഒരു സ്കീമാണ്. പിന്നെ ഇതിന്റെ ഹോൺ വെളി നീക്കുന്ന ആളെ ചെവി അടിച്ചു പോകും കേട്ടോ. അങ്ങനത്തെ ഹോണാണ്. മഹേന്ദ്രയുടെ എല്ലാ വണ്ടികൾക്കും ഇതേ സെയിം ടൈപ്പ് ഓഫ് ഹോണാണ് കേട്ടോ. നമ്മൾ രണ്ടാമത് വണ്ടിയിൽ കൊണ്ട് വയ്ക്കത്തില്ലേ ഹെല്ലയുടെ ഡബിൾ ഹോൺ, അതുപോലത്തെ ഹോണാണ് കേട്ടോ. നല്ല രസമാണ് ഹോൺ അടിക്കണ കേൾക്കാനായിട്ട്. RX ആണ് അപ്പോൾ ഇത്. ഓക്കെ. പിന്നെ നമുക്ക് എല്ലാ ഗിയറിലും നല്ല പവർ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 4th 5th അങ്ങനത്തെ രീതിയിലൊന്നുമില്ല. നമ്മളിപ്പം 5th ഇട്ട് നമുക്കൊരു 40 സുഖമായിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് ക്രൂസ് ചെയ്ത് നമുക്ക് ഫ്ലോട്ട് ചെയ്ത് പോകാം കേട്ടോ. ഒരു എൻജിൻ സൈഡിൽ നിന്ന് ഒരു നമുക്ക് ആ ഒരു വെപ്രാളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നോക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ പറയാനുള്ളതാണ് ഇതിൻ്റെ ബ്രേക്ക്. നമ്മളൊരു ബിഗിനറാണെന്നല്ല, നമ്മൾ ഈ വണ്ടി ഒരാൾ പെട്ടെന്ന് എടുത്തിട്ട് വണ്ടി ഓട്ടിക്കുവാണ്. അപ്പോൾ നമുക്ക് എടാ ബ്രേക്ക് കിട്ടില്ല എന്നൊരു എഫക്റ്റാണ്. ഞാനും ആദ്യം വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറയാം, ബ്രേക്ക് ഇല്ല. അഥവാ നമുക്ക് ഒന്ന് യൂസ്ഡ് ആയി വരണം ബ്രേക്ക്. അതായത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പ്രഷറൈസ് ചെയ്ത് ചവിട്ടിയാൽ മാത്രമേ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഭയങ്കര ഒരു രാജകീയം എഫക്റ്റാണ്. നമ്മളാണ് റോഡിൽ ഒരു എന്തോ അല്ലേ ആ ഒരു ആൾക്കാരൊക്കെ നോക്കി അങ്ങനെ ഒരു ഭയങ്കര റോഡ് പ്രസൻസും കാര്യങ്ങളായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ വണ്ടി ഓട്ടിക്കുമ്പോൾ. നമുക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇതുപോലത്തുള്ള പുതിയ നമുക്ക് വണ്ടികളുമായിട്ടൊക്കെ നമുക്ക് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ പറഞ്ഞോടാ.